ഹായ് വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു വിഷയം ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ, അതിലെ സത്യവും വിദ്യയും എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 18 വർഷത്തോളമായി ഞാൻ ഓൺലൈൻ സർവീസ് രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പലരും ഓൺലൈൻ സർവീസുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളായാലും അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾ കൊടുക്കുന്ന നമ്പറിൽ മറ്റു പലരായാലും എല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ 15 വർഷത്തോളമായി അക്ഷയ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അക്ഷയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾക്കും എല്ലാവരും എന്നെ സമീപിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പല പേരുകളിലൊക്കെ ആയിട്ട് ജനസേവന കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പലതും സക്സസ് ആയതുമുണ്ട്, സക്സസ് ആവാത്തതുമുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ അക്ഷയ സെന്റർ എന്ത്, ഇതുമായിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ, അല്ലെ, ഈ ഒരു എംബ്ലം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അക്ഷയ എന്നുള്ള ഈ ഒരു എംബ്ലം കാണാത്തതായിട്ട് കേരളത്തിൽ ആരും ഉണ്ടാവില്ല. കാരണം എല്ലാവരും ദിവസേന എന്ന് പറയുന്നത് തന്നെ പല കാര്യങ്ങൾക്കുമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്, അല്ലെ. അക്ഷയ ഈ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ഈ അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്, നിങ്ങൾ പല ആവശ്യങ്ങൾക്കുമായി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇതെന്താണ് എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്ന 10-60% ആളുകൾ എന്താണ് ഈ അക്ഷയ കേന്ദ്രം, ചിലർ വിചാരിക്കുന്നത് ഇതൊരു ഡയറക്റ്റ് ഗവൺമെന്റ് സ്ഥാപനമാണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. എന്നാൽ ഇതിന്റെ അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ IT മിഷന്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കേന്ദ്രങ്ങൾ തന്നെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് സ്വകാര്യ നടത്തിപ്പുകാരാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. അക്ഷയ എന്നുള്ളൊരു പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റ് നടത്തിക്കൊണ്ടുപോകുന്നത് സ്വകാര്യ സംരംഭകരാണ്. ഈ സ്വകാര്യ സംരംഭകരെ ഓപ്റ്റ് ചെയ്യുന്നത് 2005 മുതൽ തന്നെയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. അതായത് അവരെ ഓപ്റ്റ് ചെയ്യുന്നത് വേറെ എക്സാമിനേഷനും അതുപോലെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ തന്നെ ഓൺലൈനിലുള്ളവരുടെ പ്രാവീണ്യം, ഇതെല്ലാം തെരഞ്ഞെടുത്തുകൊണ്ട് ഓപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അക്ഷയ കേന്ദ്രം നടത്താനുള്ള ചുമതല ഈ ജനങ്ങൾക്ക്, ഈ ആളുകൾക്ക് കേരള ഗവൺമെന്റ് നൽകുന്നത്. ഇവരെ അക്ഷയ എന്റർപ്രണർ എന്നാണ് പറയുക. കേരളത്തിലെ ഏകദേശം 3000-ലധികം അക്ഷയ സെന്ററുകൾ കേരളത്തിലുടനീളമുണ്ട്. അവരൊക്കെ ഒരുപാട് സർവീസുകളും ചെയ്തു വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും അക്ഷയ സെന്ററിന്റെ എല്ലാവിധ സേവനങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്, അല്ലെ. ഇനി ഇതിന്റെ അഫിലിയേഷൻ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ IT മിഷന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അഫിലിയേഷൻ കൂടി അക്ഷയ സെന്ററിനുണ്ട്. കോമൺ സർവീസ് സെന്റർ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പൊതുജന സേവന കേന്ദ്രം, കോമൺ സർവീസ് സെന്റർ എന്ന് പറയുന്നത് CSC, സെൻട്രൽ ഗവൺമെന്റിന്റെ CSC അപ്രൂവ്ഡ് കൂടിയാണ് അക്ഷയ എന്നുള്ള കേന്ദ്രം. ഈ 2 അംഗീകാരത്തോടു കൂടിയാണ് അക്ഷയ സെന്ററുകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ഗവൺമെന്റിന്റെ ഒരുപാട് പ്രോജക്റ്റുകൾ അക്ഷയ കേന്ദ്രങ്ങൾ ഏറ്റെടുത്ത് വളരെ മാതൃകാപരമായിട്ട് തന്നെ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകാപരമാക്കുന്നതിലും അക്ഷയ സംരംഭം, ഞാൻ ഉൾപ്പെടെയുള്ള അക്ഷയ സംരംഭകർ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഓൺലൈൻ സർവീസ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അക്ഷയ കേന്ദ്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ സാക്ഷരതയായിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഓൺലൈൻ സേവനങ്ങൾ, ഗവൺമെന്റ് സേവനങ്ങളിലേക്ക് എല്ലാം കടന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ഒരു ജനസേവന കേന്ദ്രം എന്നുള്ളതിലെ സെഗ്മെന്റിലെ ഏറ്റവും ടോപ്പും ആധികാരികവും വിശ്വസ്തവുമായിട്ടുള്ള ഒരു കേരള സർക്കാരിന്റെ ഒരു സംരംഭം എന്ന് പറയും. ഇനി നമ്മൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, കോമൺ സർവീസ് സെന്റർ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു അക്ഷയ സെന്ററുകളും കോമൺ സർവീസ് സെന്ററുകളാണ്. ഇത് കൂടാതെ കോമൺ സർവീസ് സെന്ററുകൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല, പൊതുജന സേവന കേന്ദ്രം എന്ന ബോർഡ് വെച്ചിട്ട് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. CSC എന്ന് പറയുന്നത് ഇത് പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ITയുടെ അണ്ടറിലാണ് കോമൺ സർവീസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ IT മിഷനിൽ അക്ഷയ പ്രവർത്തിക്കുന്നത് പോലെ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഇതുപോലുള്ള കേന്ദ്രങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് IT സെക്ടർ രൂപീകരിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കോമൺ സർവീസ് സെന്റർ എന്ന് പറയുന്നത്, CSC സെന്ററുകൾ. ഇതിന് കേരളത്തിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കേരളത്തിൽ അക്ഷയക്കാണ് കേരള ഗവൺമെന്റിന്റെ അനേക പ്രോജക്റ്റുകൾ നൽകാറ്.
CSEക്ക് നൽകുന്ന പ്രോജക്റ്റുകൾ സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളാണ് CSEയിലൂടെ നടക്കുക. ഉദാഹരണത്തിന് ഈ ഡിസ്ട്രിക്ട് വില്ലേജ് സർട്ടിഫിക്കറ്റുകൾ CSE കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല. കേരളത്തിന് പുറത്തൊക്കെ CSEക്ക് അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷെ കേരളത്തിൽ അക്ഷയ എന്നുള്ള ഗവൺമെന്റിന്റെ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ CSEക്ക് അതിനുള്ള ലോഗിൻ നൽകിയിട്ടില്ല. സോ ഇതിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ലിമിറ്റഡ് ആണ്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ CSEയിലൂടെ സർവീസിലൂടെ ചെയ്യാൻ പറ്റും. ഒരു അക്ഷയ കേന്ദ്രം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രയാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു പഞ്ചായത്തിൽ 4 കേന്ദ്രങ്ങൾ 5 കേന്ദ്രങ്ങൾ എന്നുള്ള കണക്ക് പ്രകാരം എല്ലാ സ്ഥലങ്ങളിലും ഓൾറെഡി കേന്ദ്രം ഫില്ലായിട്ടുണ്ട്. ഇനി ഫില്ലാവാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഇനി പുതിയ അക്ഷയ കേന്ദ്രം കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ നടത്തും, എക്സാമിനേഷനുള്ള വിജയവും ഇന്റർവ്യൂവിലുള്ള മാർക്കും ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനുള്ള സെലക്ഷൻ ഉണ്ടാവുക. അതായത് ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതർ, അക്ഷയ പ്രോജക്ട് ഓഫീസ്, ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നാണ് ഇതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അതിൽ നിങ്ങൾ നല്ല മാർക്കോട് കൂടി റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രം കിട്ടുള്ളൂ. സോ അത് കിട്ടാനുള്ള ചാൻസ് ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളായിട്ടുണ്ട്, അത് ഫില്ലായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കിട്ടാനുള്ള ചാൻസസ് കുറവ്. പക്ഷെ CSE കേന്ദ്രങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ വളരെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും കൊടുത്തിരുന്നു. CSEയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. CSEയുടെ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് CSE രജിസ്ട്രേഷൻ വളരെ ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ ഇത് കുറെ മിസ്യൂട്ടിലൈസ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ, വളരെയധികം മിസ്യൂട്ടിലൈസ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഇവരിപ്പോൾ അതിന് റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്. ഇതിനൊരു എക്സാമിനേഷൻ ഉണ്ട്. ആ ടെക് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ CSE സെന്റേഴ്സ് അലോ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ടെക് സർട്ടിഫിക്കറ്റിനായിട്ടുള്ള ലിങ്കുകളൊക്കെ ഇതിന്റെ വെബ്സൈറ്റിലുണ്ട്. CSE.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പഠിക്കാം. ടെക് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് CSE VLE ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് CSE VLE ആയിട്ടുള്ള കോഡ് നിങ്ങൾക്ക് ലഭിക്കും. VLE എന്ന് പറഞ്ഞാൽ വില്ലേജ് ലെവൽ എന്റർപ്രണർ എന്നാണ് CSE VLE. CSE കോമൺ സർവീസ് സെന്റർ. കോമൺ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ പൊതുജന സേവന കേന്ദ്രം. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ട് അണ്ടറിൽ വരുന്ന, IT മിനിസ്ട്രിയുടെ അണ്ടറിലായിട്ട് വരുന്ന ഒരു സർവീസ് സെന്ററാണ്. ഈ പറഞ്ഞ 2 കേന്ദ്രങ്ങളാണ് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നടത്തിപ്പിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രോജക്റ്റിന്റെ നടത്തിപ്പിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളൊന്നും CSEയും അക്ഷയയും. അക്ഷയയുടെ പ്രാധാന്യം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അക്ഷയക്കാണ് പ്രാധാന്യം, CSEക്ക് അത്രയും പ്രാധാന്യമില്ല. കാരണം കേരള ഗവൺമെന്റിന്റെ പല സപ്പോർട്ടിംഗ് സൈറ്റുകളും സോഫ്റ്റ്വെയറുകളും എല്ലാം ലോഗിനും കാര്യങ്ങളെല്ലാം അക്ഷയക്ക് മാത്രമേ നൽകുന്നുള്ളൂ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ വളരെ രസകരമായിട്ടുള്ള ഫീൽഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജനസേവന കേന്ദ്രം എന്നുള്ള ഒരു ഫീൽഡിലേക്ക്. ഒരുപാട് ജനസേവന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ജനസേവാ കേന്ദ്ര, ഓൺലൈൻ സേവാ കേന്ദ്ര, ജന്മിത്ര, ഒന്നും പേര് ഞാൻ പറയുന്നില്ല. പലതും പല കമ്പനികൾ നടത്തുന്നതാണ്. അത് ബിസിനസ് എന്നുള്ള രീതിയിൽ അത് അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് അവർ വർക്ക് ചെയ്ത് പോകുന്നു. അത് നമ്മളവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാലും ഈ പല പേരുകൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ജനസേവന കേന്ദ്ര, ഓൺലൈൻ സേവാ കേന്ദ്ര, ജനമിത്ര കേന്ദ്ര, സേവാ കേന്ദ്ര, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇങ്ങനെ പല കേന്ദ്രങ്ങളുണ്ട്. പൊതുജന സേവന കേന്ദ്രം എന്ന് ബോർഡ് വെച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ജനസേവന കേന്ദ്രം എന്ന് ബോർഡ് വെച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതിനെപ്പറ്റിയാണ് നമ്മളൊരു ഡിസ്കഷൻ ഇന്ന് വരുന്നത്. ഇങ്ങനെ പല സ്ഥാപനങ്ങളും ഓൺലൈൻ സർവീസുകൾ കൊടുക്കാൻ വേണ്ടി, അതായത് ഇത് മെയിൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട്. ബേസിക്കലി ഞാനും മലയാളിയാണ്, നിങ്ങളും മലയാളിയാണ്. മലയാളികളുടെ ബേസിക്കലി ഒരു സ്വഭാവമുണ്ട്. ഞങ്ങൾ ബിസിനസ് വേൾഡിൽ ബിസിനസ് ക്ലാസ്സിലൊക്കെ വളരെ തമാശയായിട്ട് പറയും, എന്താണ്, ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നല്ല വരുമാനമുണ്ട് എന്ന് നമുക്ക് മറ്റൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളും അതേ സ്ഥാപനം തുടങ്ങാനായിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് വരും. ഒരു 5-6 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. ഞാനൊരു യാദർശികമായ വാട്സാപ്പിൽ കണ്ടൊരു വീഡിയോ ആണ്. ഒരാൾ ഒരു കയറിൽ തൂങ്ങി, ഒരു നദിയുടെ കരയിൽ ഒരു മരം ഉണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കരയിൽ ഒരു 10 പേര് നിൽക്കുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ കയറിൽ കെട്ടി തൂങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, നേരെ വെള്ളത്തിലേക്ക് ആടുകയാണ്, തിരിച്ച് ആടുകയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് 2ാമത്തെ ആൾ അതിൽ കയറുന്നു, 3ാമത്തെ ആളും കയറുന്നു, 4ാമത്തെ ആളും കയറുന്നു. ഈ ആട്ടം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 10 ആൾ കയറുന്നതോടുകൂടി ആ കയറ് പൊട്ടുന്നു, എല്ലാവരും താഴെ വീഴുന്നു. നല്ലൊരു രസകരമായൊരു ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് ആ ട്രോള് വീഡിയോ ചെയ്ത ആള്.
കേരളത്തിലെ ബിസിനസ്സുകാരുടെ അവസ്ഥ. വളരെ സത്യമാണ്. ഒരാളൊരു ബിസിനസ് തുടങ്ങുന്നു, അതിനെപ്പറ്റി യാതൊരു ഗന്ധവും ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് എടുത്തു ചാടുന്നു, അതോടുകൂടി അയാളുടെ ബിസിനസ് എന്ത് ചെയ്യുന്നു, ഫെയിലിയർ ആവും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സത്യനന്ദിക്കാടിന്റെ മനോഹരമായ സിനിമ വരവേൽപ്പ് എന്ന സിനിമയിൽ മോഹൻലാലിനെ സംബന്ധിച്ച പോലെ അല്ലേ, അദ്ദേഹം എന്ത് ചെയ്യാണ്, നേരെ ദുബായിൽ നിന്ന് നല്ല കാശൊക്കെ ആയിട്ട് വരികയാണ്. വന്നിട്ട് ഇവിടെ ഒരു സംരംഭം തുടങ്ങി ഇവിടെ സെറ്റിൽ ആവണമെന്ന ആഗ്രഹത്തോടു കൂടി വരികയാണ്. അങ്ങനെ ഒരളിയൻ പറയുന്നു എന്ത്, ബസ് വാങ്ങിക്കാം, ഒരളിയൻ പറയുന്നു റെസ്റ്റോറൻറ്റ് തുടങ്ങാം, ഒരളിയൻ പറയുന്നു അബ്കാരിയാവാം. അങ്ങനെ അയാള് സോഷ്യൽ സ്റ്റാറ്റസും അന്നത്തെ ഒരു രീതിയിൽ ബസ് മുതലാളി എന്ന് പറഞ്ഞാൽ നല്ലൊരു വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യാണ്, ബസ് എന്നുള്ളൊരു സംരംഭം തുടങ്ങുകയാണ്. ബസ്സിനെ പറ്റി യാതൊരു വിവരവുമില്ല, ഒരു അറിവുമില്ല, അതിനെപ്പറ്റി പഠിക്കാതെ അയാൾ ആ ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്നു. അതെല്ലാം എന്ത് ചെയ്യുന്നു, ക്ലോസ് ഡൗൺ ആവുന്നു. ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പല ബിസിനസ്സുകളിലേക്കും എടുത്തു ചാടുന്ന ഒരവസ്ഥയിലാണ്. ഈ അക്ഷയയിലുള്ള തിരക്ക് കണ്ടുകൊണ്ട് നമ്മൾ അതുപോലെ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഭൂരിഭാഗം ആളുകളും എന്നെ കോണ്ടാക്ട് ചെയ്യാറ്. എനിക്കറിയാം, എന്നെ നമ്മുടെ നെക്സസിന്റെ ഓൺലൈൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരസ്യങ്ങൾ ഇടുമ്പോഴും അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ നടത്തുമ്പോഴും എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അക്ഷയ പോലൊരു സ്ഥാപനം തുടങ്ങണം. അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ് ഇപ്പൊ അക്ഷയയിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് തോന്നുന്നത്? അല്ല, നല്ല തിരക്കാണ്. ഈ നല്ലൊരു തിരക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആകർഷിക്കുന്നത്. ഈ നല്ല തിരക്കിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടോ, ആ തിരക്ക് വരാൻ വേണ്ടി എന്തെല്ലാം സർവീസുകൾ അവിടെ കൊണ്ടുവന്നു, ആ എന്റർപ്രണറുടെ കപ്പാസിറ്റി എന്താണ്, ഇതൊന്നും അവർ ആലോചിക്കാതെ നല്ല തിരക്കാണ്. തിരക്കില്ലാത്ത അക്ഷയകളും ഉണ്ട്, അവർ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. തീരെ തിരക്കില്ലാത്ത അക്ഷയുണ്ട്. നല്ല സർവീസ് കൊടുക്കാത്ത അക്ഷയകളിലും തിരക്കില്ല. അപ്പൊ ഇത് അക്ഷയ എന്നുള്ള ബ്രാൻഡിന്റെ അല്ല, ഈ ഒരു സേവനം എങ്ങനെയെങ്കിലും നമുക്ക് തുടങ്ങണം എന്നുള്ള ആഗ്രഹവുമായി നിൽക്കുന്നവരുടെ മുന്നിലേക്കാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ വരുന്നത്. ജനസേവന കേന്ദ്രം, അതുപോലെ തന്നെ ജനസഹായ കേന്ദ്രം, അങ്ങനെയുള്ള കുറേ പേരുകളിലുമായിട്ട്. അപ്പൊ നോർമലി ഇതിനെപ്പറ്റി പഠിക്കാത്ത പലരും അങ്ങനെയുള്ള ഏജൻസികളും കാര്യങ്ങളും ഒക്കെ എടുക്കും. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു, ബിസിനസ്സിൽ ഫെയിലിയർ ആവുന്നു, അങ്ങനെ ചെയ്യുന്നു. എല്ലാ കമ്പനികളെയും ഞാൻ കുറ്റം പറയുന്നില്ല, പല കമ്പനികളും ഇങ്ങനെ അല്ലാത്ത പല സർവീസുകളും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓപ്പൺ വാറൊന്നല്ല, ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. എൻ്റെ പൊതുവെ എല്ലാ വീഡിയോകളും ലെങ്തി തന്നെയാണ്, കാരണം ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്ന സമയത്ത് തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എനിവേ, സോ നമുക്ക് ഇ ഗവേണൻസ് തുടങ്ങാം. എന്താണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്? സർക്കാരിൻ്റെ ഭരണം എന്തിലേക്ക് മാറുകയാണ്? ഓൺലൈനിലേക്ക് മാറുകയാണ്. അതായത് സർക്കാർ അവരുടെ ഭരണരീതി, അതായത് പൊതുജനങ്ങളെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് അകറ്റുക എന്നുള്ള രീതി ഏകദേശം 2010 ശേഷമാണ് ഈ ഗവേണൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കേരളത്തിലൊക്കെ വന്നു തുടങ്ങിയത്. എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, ഓൺലൈൻ ആയിട്ടുള്ള സംവിധാനം കൊണ്ടുവരികയാണ്. ഈ ഓൺലൈൻ ആയിട്ടുള്ള സംവിധാനം കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഒരു ആൾക്ക് അയാളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താണ്. ഇതിനാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാൽ പ്രാക്ടീസുകളും അതുപോലെ തന്നെ ബ്രൈബുകളും എല്ലാം കുറഞ്ഞു. നമുക്ക് തന്നെ ആലോചിച്ചറിയാം, ഒരു വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. കമ്പ്യൂട്ടർ അറിയുന്ന ഒരാളാണ്, അയാൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. സോ ഇതിനെയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും, ഈവൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി സമർപ്പിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട, അതൊരു സ്ത്രീകൾക്കൊക്കെ ഏറ്റവും സൗകര്യമുള്ളൊരു കാര്യമാണ്. ഇതിനെപ്പറ്റി അറിയോ എന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് അതിന് ഇൻഫർമേഷൻ പാസ് ചെയ്തു. സോ ഈ ഇ ഗവേണൻസിന് 2 വാതിലുകളുണ്ട്. ഒന്ന് ബിസിനസ് ലോഗിനും, 2 പബ്ലിക് ലോഗിനും. ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല. ബിസിനസ് ലോഗിനും പബ്ലിക് ലോഗിനും. സപ്പോസ് ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മളെല്ലാവരും റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് കോഴിക്കോട് നിന്ന്, കാലിക്കറ്റിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് എത്തണം. ഞാനൊരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എനിക്ക് റെയിൽവേയുടെ IRCTCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് രജിസ്റ്റർ ചെയ്ത ആധാർ നമ്പറും പാൻ കാർഡും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ID അവിടുന്ന് അവൈലബിൾ ആവും, അല്ലേ? ഈ ID നമ്മൾ ഒരു മാസം 6 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ പേഴ്സണൽ ID ആണ്. അതിൽ നിന്ന് എടുക്കുന്ന എല്ലാ ടിക്കറ്റിലും എൻ്റെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ, ഫോൺ നമ്പറും ഒക്കെ അതിനകത്ത് വരും. നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 ടിക്കറ്റ് നമുക്ക് പരമാവധി എടുക്കാൻ പറ്റും. ഈ ഒരു ലോഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് ലോഗിൻ എന്ന് പറയുന്നത്. അതായത് പബ്ലിക്കിന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലോഗിനാണ് പബ്ലിക് ലോഗിൻ എന്ന് പറയുന്നത്. സപ്പോസ് എനിക്ക് താഴെ ഒരു ഷോപ്പുണ്ട്, ഒരു കടയുണ്ടെന്ന് വിചാരിക്കും. ഈ കടയിൽ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ടിക്കറ്റ് മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കണം. അവിടെ വരുന്ന ഒരു കസ്റ്റമർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കണം.
അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരാൾ കസ്റ്റമർ കടന്നു വരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ ലോഗിൻ വെച്ച് ഞാൻ അയാൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കും. ഈ ടിക്കറ്റുമായിട്ട് ടിക്കറ്റിനകത്ത് എൻ്റെ പേരും കാണാം, കസ്റ്റമറുടെ പേരും കാണാം. കാരണം എൻ്റെ പേഴ്സണൽ ലോഗിനിൽ എടുത്തത് കൊണ്ട് തന്നെ എൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ കാണാം. ഇയാൾ ഈ ടിക്കറ്റുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുന്നു, റെയിൽവേ പോലീസ് അദ്ദേഹത്തെ പിടിക്കുകയാണ്. അയാളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതെടുത്ത IP അഡ്രസ്സ് മുതൽ ഇത് ഏത് ലോഗിൻ എടുത്തു എന്നുള്ളത് വരെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കാണും. അടുത്തതായിട്ട് ആക്ഷൻ വരാൻ പോകുന്നത് ഈ ടിക്കറ്റ് എടുത്തു കൊടുത്ത് നമ്മൾക്കാണ്. കാരണം എന്തില്ല, നമ്മൾക്ക് പബ്ലിക് ലോഗിൻ ആണ്. നമ്മളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് കൊടുക്കാനുള്ള പെർമിഷൻ മാത്രമേ നമുക്ക് അവിടെയുള്ളൂ. നമുക്കതൊരു വ്യാപാര ആവശ്യങ്ങൾക്ക്, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ബിസിനസ് ലോഗിൻ വേണം. ഈ ബിസിനസ് ലോഗിൻ കിട്ടണമെങ്കിൽ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പൊ റെയിൽവേയുടെ ഒരു ബിസിനസ് ലോഗിൻ കിട്ടണമെങ്കിൽ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ ആരാണെന്നുള്ളത് റെയിൽവേ IRCTCക്ക് അറിയണം. അതുപോലെ തന്നെ നമ്മുടെ ആധാർ, ലൊക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിന്റെ റെന്റിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ലോഗിൻ അവൈലബിൾ ആവും. സോ ബിസിനസ് ലോഗിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അവിടെ യൂസ് ചെയ്യാം. ഇതാണ് ഇതിലുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇത് നോക്കുക, വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റ് ഒരുവിധ ജനസേവന കേന്ദ്രങ്ങളുടെ എല്ലാം പോസ്റ്ററുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെ അവരുടെ ബ്രോഷറുകളിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വില്ലേജ് സർട്ടിഫിക്കറ്റുകളെല്ലാം ചെയ്യാം, വരുമാനം ചെയ്യാം, അതുപോലെ പൊസിഷൻ ചെയ്യാം, കൈവശം ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാം നിങ്ങളും കണ്ടിട്ടുണ്ടാവാം. ഇൻകം സർട്ടിഫിക്കറ്റ് ചെയ്യാം, പൊസിഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, എക്സെട്ര എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ പൊതുജനങ്ങൾ മോസ്റ്റ് കോമൺലി പോകുന്നത് എങ്ങോട്ടാണ്, അക്ഷയ സെന്ററിലേക്ക്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. എന്തുവഴി, നിങ്ങളുടെ പബ്ലിക് ലോഗിൻ, അതായത് നിങ്ങളുടെ സ്വകാര്യ ലോഗിൻ വഴി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഇത് ബിസിനസ് ലോഗിൻ വഴി ചെയ്തു കൊടുക്കാനുള്ള ഏക പെർമിഷൻ ഉള്ളത് കേരളത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ്. അവർക്കാണ് അതിന്റെ ബിസിനസ് ലോഗിൻ ഉള്ളത്. ഇതാണ് ഡിസ്ട്രിക്ട് എന്നുള്ള ഒരു പോർട്ടൽ. ഈ ഡിസ്ട്രിക്ട് എന്നുള്ള പോർട്ടൽ വഴിയാണ് വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റുകളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ നോക്കുക, അതിനൊരു ലോഗിൻ ഓപ്ഷൻ കാണാം, പോർട്ടൽ യൂസർ ലോഗിൻ. ഇത് ഞാൻ കുറച്ചും കൂടി എൻലാർജ് ചെയ്ത് കാണിക്കാം. ഇതാണ് പോർട്ടൽ യൂസർ ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ, ഒരു ഭാഗം. ഇതിനകത്ത് 2 ഓപ്ഷൻ കാണാം, ഒന്ന് പോർട്ടൽ യൂസറും ഒന്ന് ഒഫീഷ്യലും. ഈ പോർട്ടൽ യൂസർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ സാധാരണ വ്യക്തിക്ക് അയാളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു സംവിധാനത്തിന് അപേക്ഷ കൊടുക്കാം. ഇനി അത് ഇൻകം സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ കൈവശം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതിനാണ് പോർട്ടൽ യൂസർ എന്ന് പറയുന്നത്. അതിനായിട്ടുള്ള ID ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ന്യൂ പോർട്ടൽ യൂസർ ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് നിങ്ങളുടെ ആധാർ നമ്പർ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ IDയും പാസ്വേഡും കിട്ടും. നിങ്ങൾക്കത് വെച്ച് ലോഗിൻ ചെയ്ത് ഒരു മാസം 10 സർട്ടിഫിക്കറ്റ് ചെയ്യാം. ഇതാണ് പബ്ലിക് ലോഗിൻ എന്ന് പറയുന്നത്. പബ്ലിക് ലോഗിൻ അല്ലെങ്കിൽ പേഴ്സണൽ ലോഗിൻ, നമ്മളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള ലോഗിൻ. രണ്ടാമതൊരു ഓപ്ഷൻ കാണാം, ഒഫീഷ്യൽ എന്നുള്ള ലോഗിൻ. ഈ ഒഫീഷ്യൽ ലോഗിൻ വഴി ബിസിനസ് ചെയ്യാനുള്ള അധികാരം അക്ഷയ സെന്ററിന് മാത്രമേ ഉള്ളൂ. ഈ പോർട്ടൽ യൂസർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഓരോ കാര്യത്തിനും പേയ്മെന്റ് ഓൺലൈനിൽ പോയി അടയ്ക്കണം, 10 സർട്ടിഫിക്കറ്റ് മാത്രമേ ചെയ്യാൻ പറ്റൂ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്നാൽ ഒഫീഷ്യൽ ലോഗിനിലാണെങ്കിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ഒറ്റ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആളുടെ ഇതുപോലും സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അതും ലീഗലായിട്ട് ചെയ്തു കൊടുക്കാം. വില്ലേജ് ഓഫീസേഴ്സും അതുപോലെ തന്നെ തഹസിൽദാരും എല്ലാവരും അക്ഷയ കേന്ദ്രത്തിനായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഗവൺമെന്റിന്റെ നിർദ്ദേശം ഉള്ളത് കൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അക്ഷയക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ജനസേവന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് തരുന്ന വില്ലേജ് സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് ഈ പോർട്ടൽ യൂസർ വഴിയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് ചെയ്യുന്നു. അത് ലീഗലി അത് കറക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡുമല്ല. അതിന് നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ റെയിൽവേക്ക് പറഞ്ഞതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ആക്ഷൻസോ കാര്യങ്ങളോ എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അത് പറയാനുള്ള അധികാരം എനിക്കില്ല. എനിവേ, സോ
ഇങ്ങനെയുള്ള ഏത് സ്ഥാപനങ്ങളും തരുന്നത് ഈ രീതിയിലുള്ള വില്ലേജ് സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോർട്ടൽ യൂസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് ഈ ഡിസ്ട്രിക്റ്റിന്റെ വെബ്സൈറ്റ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പോർട്ടൽ യൂസർ കിട്ടും. അവിടെ കഴിഞ്ഞ് ന്യൂ പോർട്ടൽ യൂസർ ക്രിയേഷൻ ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ചെയ്യാം. പക്ഷെ അത് ബിസിനസ് അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് ഇല്ലീഗലാണ്. ഇതേപോലെ തന്നെ റേഷൻ കാർഡിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു അക്ഷയ ലോഗിൻ ആൻഡ് സിറ്റിസൺ ലോഗിൻ. ഇവിടെ പബ്ലിക് ലോഗിൻ ഉപയോഗിച്ച പേര് സിറ്റിസൺ ലോഗിൻ. സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് അയാളുടെ റേഷൻ കാർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ ജനസേവാ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കേന്ദ്രങ്ങളാണെങ്കിലും അവരുടെ ബ്രോഷറിൽ കാണാം റേഷൻ കാർഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. ഈ റേഷൻ കാർഡ് സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾ സിറ്റിസൺ ലോഗിനിൽ കയറുന്നു. അവിടെ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ID രജിസ്റ്റർ ചെയ്യുന്നു. ഇതാണ് സിറ്റിസൺ ലോഗിൻ. ഇവിടെ കാണാം ന്യൂ ടു സർവീസ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ഇവിടെ കാണാം. നിങ്ങൾ സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റ് എടുത്താൽ ഈ സൈറ്റ് നിങ്ങൾക്ക് അവിടെ കാണാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കാണാം. അവിടെ പോയി അക്കൗണ്ട് ഉണ്ടാക്കുന്നു. അയാളുടെ റേഷൻ കാർഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ. ഇതും അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അക്ഷയ ലോഗിൻ നോക്കുക. ഇവിടെ ക്രിയേറ്റ് ന്യൂ യൂസർ എന്നുള്ള ഓപ്ഷൻ കാണില്ല. കാരണം എന്താണ്? അക്ഷയക്ക് ഔതറൈസ്ഡ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ലോഗിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഔതറൈസ്ഡ് ആയിട്ട് റേഷൻ കാർഡ് ചെയ്യാനുള്ള പെർമിഷനും കൊടുത്തിരിക്കുന്നത് അക്ഷയ സെന്റേഴ്സിനാണ്. പിന്നെ ഇവിടെ സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ആധാർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഞാൻ ഇന്നലെ ഒരു ജനസേവന കേന്ദ്രത്തിന്റെ ഒരു ബ്രോഷറിൽ ഞാൻ കണ്ടു ആധാർ സർവീസ് എന്ന് പറഞ്ഞിട്ട്. ആധാർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ആധാർ സർവീസ് വളരെ ഇല്ലീഗലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആധാർ എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച കാര്യമാണ്. അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നിങ്ങൾ തന്നെ ഒരുപാട് ന്യൂസിലേക്ക് കേട്ടിട്ടുണ്ട് ആധാർ വിവരങ്ങൾ ചോർന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യാനുള്ള പെർമിഷൻ എന്ന് പറഞ്ഞാൽ മുൻപ് CSCക്ക് ഉണ്ടായിരുന്നു. കോമൺ സർവീസ് സെന്ററുകൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ കൊടുത്തിരുന്നു. പക്ഷേ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇവരെടുത്തുനിന്ന് അത് പിൻവലിച്ചു. ഇതിനു മുമ്പ് NSDL ഉണ്ടായിരുന്നു, കാർവിക്ക് ഉണ്ടായിരുന്നു, അളങ്കിത്തിന് ഉണ്ടായിരുന്നു. പല കമ്പനികൾക്കും ഇതിനുള്ള സർവീസ് കൊടുത്തിരുന്നു. അവസാനം എല്ലാം പിൻവലിച്ചു. ഈ ഇന്ത്യയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ 2 സ്ഥാപനങ്ങൾക്കാണ് മെയിൻ ആയിട്ട് ഇത് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. ഒന്ന് അക്ഷയ കേന്ദ്രത്തിനും പിന്നെ RBIയുടെ അംഗീകാരമുള്ള ബാങ്കുകൾക്കും. നിങ്ങൾ ബാങ്കുകളിലും ആധാർ കണ്ടിട്ടുണ്ട്. സോ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പോലും മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് പല ബ്രോഷറുകളിലും എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ അവർ പറയുന്ന കാര്യം ആധാർ അപ്ഡേഷൻ ചെയ്യാം എന്നുള്ളതാണ് പല ബ്രോഷറുകളിലും പറയുന്നത്. ഇത് നോക്കുക, ഇത് ആധാറിന്റെ കറക്ഷൻ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ സൈറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിലെ അഡ്രസ്സ് തിരുത്താൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇത് പബ്ലിക് പോർട്ടലാണ്. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇതിന്റെ അഡ്രസ്സ് തിരുത്താം. പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് അത് ഫെയിലിയർ ആയിരുന്നു. കാരണം അക്ഷയയിൽ കൂടെ ആണെങ്കിൽ അക്ഷയയിൽ ആധാറിന്റെ മിഷൻ വഴിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എറേഴ്സ് വരാനും പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻസ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ആ ബ്രോഷറിൽ അങ്ങനെ കൊടുത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് വളരെ ഇല്ലീഗലാണ്, ക്രൈമാണ്. കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ഒത്തിരി രീതിയിൽ കൊടുക്കുക എന്ന് പറയുന്നത് മിസ്റെപ്രസെന്റേഷൻ ആണ്. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബോർഡുകളിലോ അങ്ങനെ നിങ്ങൾ സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബോർഡുകളിലോ വെക്കുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഇല്ലീഗലാണ്. സോ ആധാർ അപ്ഡേഷൻസ് എന്നുള്ള കാര്യം ഇനി നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ അക്ഷയക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ലോഗിൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി RTO, അതായത് പരിവാഹൻ എന്ന് പറഞ്ഞുള്ള സൈറ്റ്, പരിവാഹൻ എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ലൈസൻസ് റിന്യൂ ചെയ്യാം, വണ്ടിയുടെ ടാക്സ് അടയ്ക്കാം, അതുപോലെ തന്നെ RC കറക്ഷൻ ചെയ്യാം, RC ഓണർഷിപ്പ് മാറ്റാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്ന ഒരു പോർട്ടലാണ് RTOയുടെ വെബ്സൈറ്റ്, പരിവാഹൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കൂടിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ എല്ലാത്തിനും വാഹനങ്ങളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു പോർട്ടലിൽ കൂടിയാണ്. ഈ പോർട്ടലിന് ബിസിനസ് ലോഗിൻ ഇല്ല. ഇത് വളരെ ഫ്രീ ആണ്. പരിവാഹൻ.gov.in എന്നുള്ള വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇത് ലോഗിൻ ചെയ്യാം. ഇതിനകത്ത് ഓൺലൈൻ സർവീസസ് എന്നുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെഹിക്കിൾ റിലേറ്റഡ് സർവീസ്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് ഏത് വേണമെങ്കിലും ചെയ്യാം. ഇതിനും നിങ്ങൾ ഫ്രാഞ്ചൈസി എടുക്കേണ്ട കാര്യമില്ല. പല ജനസേവന കേന്ദ്രങ്ങളുടെ ബ്രോഷറുകളിലും ബോർഡുകളിലും ഒക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് RTO സേവനങ്ങൾ ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വളരെ ക്ലിയർലി മെൻഷൻ ചെയ്യാണ്. കാരണം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പോർട്ടലാണ്. ഇതിൽ നിങ്ങൾക്ക് കയറി ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഇത് നിലവിൽ എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നോക്കാം, കേരള
കേരള പോലീസിനെ വരെ എന്ത് ചെയ്തിട്ടുണ്ട്. കേരള പോലീസ് സേവനങ്ങൾ എന്ന് ഞാനൊരു ബ്രോഷറിൽ കണ്ടു. അതാണ് ഞാനിത് ഇവിടെ മെൻഷൻ ചെയ്തത്. തുണ എന്നുള്ള വെബ്സൈറ്റാണ്. തുണ എന്നുള്ള കേരള പോലീസിന്റെ പബ്ലിക് വെബ്സൈറ്റ് ആണ്. പബ്ലിക് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യാം, നേരിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. എന്നിരുന്നാലും അക്ഷയയിലൊക്കെ ഇതിന് സർവീസിന് ആളെ വിടാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ആർ ടി ഒ ആയാലും ഇപ്പൊ പറയുന്ന തുണ പോലീസിന്റെ ആയാലും ഇതിനൊക്കെ ഗവൺമെന്റ് അക്ഷയ കേന്ദ്രങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവരെ അതിന് എക്യുപ്ഡ് ആക്കുകയാണ്. ഇങ്ങനെയുള്ള സർവീസ് ചെയ്യാൻ വേണ്ടി എക്യുപ്ഡ് ആക്കുന്നത് അത് ഗവൺമെന്റ് തന്നെ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആർ ടി ഒ ആണെങ്കിൽ ആർ ടി ഒ ഓഫീസിൽ നിന്ന് മേലധികാരി വന്നിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതുപോലെ പോലീസ് ആണെങ്കിൽ പോലീസിന്റെ മേലധികാരി അതിന്റെ IT വിങ്ങിലുള്ള ആൾ വന്ന് ട്രെയിനിങ് കൊടുക്കുന്നു അക്ഷയ കേന്ദ്രങ്ങൾക്ക്. സോ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ വിശ്വസ്തയോടെ പോയിട്ട് അവിടെ ചെയ്യാം. കാരണം എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ ആരുണ്ട്, ബാക്കിൽ അതിന്റെ ഓഫീസേഴ്സ് ടീമുണ്ട്. പക്ഷെ ഇത് ജനസേവന കേന്ദ്രങ്ങളോ മറ്റാളുകളോ ഇത് ഇങ്ങനെ ഒരു പോർട്ടൽ ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ അത് തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇതിന് ബാക്ക് സപ്പോർട്ട് തരാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയീസും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസേഴ്സും ഇതിന് തയ്യാറാവില്ല എന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം. ഇത് പഞ്ചായത്ത് ആൻഡ് റവന്യൂ റിലേറ്റഡ് സർവീസ് മറ്റ് കേൾക്കുന്ന കാര്യമാണ്. ഡെത്ത് ആൻഡ് ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് രജിസ്ട്രേഷൻ, മാരേജ് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് പെർമിറ്റ്, ലാൻഡ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, കൂട്ടിക്കടം, പിന്നെ ഡിഫറൻറ്റ് ക്ഷേമ പെൻഷൻസ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ലാബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാമെന്ന് വലിയ ബ്രോഷറിൽ കാണാം. ഒരു A4 സൈസ് 2 A4 ഫുള്ളായിട്ട് ഒരു ജനസേവന കേന്ദ്രത്തിന്റെ ബ്രോഷർ ഞാൻ കണ്ടപ്പോൾ 2 പേജ് ഫുള്ളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ, ഡെത്ത് സർട്ടിഫിക്കറ്റ് 1, ബർത്ത് സർട്ടിഫിക്കറ്റ് 1, അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് 1 ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ ഡീപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നിനും മനസ്സിലാക്കുക, ഇതിനൊന്നിനും ബിസിനസ് ലോഗിൻ ഇല്ല. ഇതൊന്നും ബിസിനസ് ലോഗിൻ ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷൻ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല. പിന്നെ എങ്ങനെ അവർ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി തരുന്നു? അതാണ് നമുക്കുള്ള ഡൗട്ട്. ഓക്കെ, ഇത് നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡെത്ത് ആൻഡ് ബർത്ത്, മാരേജ് രജിസ്ട്രേഷൻ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പോർട്ടലാണ് cr.lsgkerala.in എന്നുള്ള ഈ ഒരു പോർട്ടൽ. ഈ ഒരു പോർട്ടലിൽ കൂടിയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതും അതുപോലെ തന്നെ റവന്യൂയുടെ പോർട്ടൽ ഉണ്ട്. റവന്യൂയുടെ പോർട്ടൽ ടാക്സ് അടയ്ക്കാനും ഈ 2 പോർട്ടലും ഫ്രീ ആണ്. 2 പോർട്ടലും ഓപ്പൺ ആണ്. ഇതിന് ഫ്രാഞ്ചൈസിയോ കാര്യങ്ങളോ ബിസിനസ് ലോഗിനോ ഒന്നും വേണ്ട. ഇപ്പൊ നിലവിൽ ഇതിനൊരു ബിസിനസ് ലോഗിനും കൊടുത്തിട്ടില്ല. ഈ ബിസിനസ് ലോഗിൻ കൊടുക്കുന്ന സമയത്ത് മാത്രമേ അതിന് റെസ്ട്രിക്ഷൻസ് വരുള്ളൂ. ഇതും ഫ്രീ ആണ്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, പല ഏജൻസികളും വിൽക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഇതും പല ഏജൻസികളും എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സർവീസ് ആണെന്ന് പറഞ്ഞിട്ട്, ഗവൺമെന്റ് സർവീസ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ഫ്രാഞ്ചൈസി ഫീസ് അടച്ചിട്ട് ഇതിലേക്ക് വരുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ദെൻ ലേബർ രജിസ്ട്രേഷൻ മറ്റൊരു ഇതിൽ കണ്ടിരുന്നു. ലേബർ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതിനും lcas.lc.kerala.gov.in എന്നുള്ള പോർട്ടൽ അടിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന ഒരു സർവീസാണ്. ഇതിനൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അക്ഷയയുടെ അഡ്വാൻറ്റേജ്. അല്ലാതെ മറ്റൊരു അഡ്വാൻറ്റേജും അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഇതിലില്ല. അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഇതിലൊന്നും ബിസിനസ് ലോഗിനും ഇല്ല. പക്ഷെ നിങ്ങളുടെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ലേബർ ഓഫീസറുടെ സപ്പോർട്ടും ഒക്കെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് അതുപോലെ സപ്പോർട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷെ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, പല ജനസേവന കേന്ദ്രങ്ങളുടെ അവരുടെ സർവീസ് ചാർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് ലേബർ രജിസ്ട്രേഷൻ. ദെൻ ഉദ്യോഗാധാർ ആൻഡ് ഉദ്യം രജിസ്ട്രേഷൻ മറ്റൊരു രസകരമായ സംഭവം. ഇപ്പം റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു ബ്രോഷർ വെരിഫൈ ചെയ്തപ്പോൾ അതിൽ കണ്ടു, ഒരു വെബ്സൈറ്റ് വെരിഫൈ ചെയ്തപ്പോൾ കണ്ടു, അതിനകത്ത് ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ സർവീസ് ഞങ്ങൾ കൊടുക്കുന്നു. ഇതും ഫ്രീ പോർട്ടലാണ്. നിങ്ങൾക്ക് ഉദ്യോഗാധാറിന്റെ സൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദ്യോഗാധാർ മാറി ഉദ്യമായിട്ടുണ്ട്. ഉദ്യം എന്നുള്ള പോർട്ടലാണ് ഇപ്പോൾ വരുന്നത്. ഉദ്യോഗാധാർ അടിച്ചാൽ തന്നെ നേരിട്ട് ഉദ്യമിന്റെ പോർട്ടലിലേക്കാണ് കയറി പോകുന്നത്. സോ ഇതിവിടെ ന്യൂ എന്റർപ്രണേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഒക്കെ ഇവിടെയുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഉദ്യോഗാധാർ, ഉദ്യമം ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എല്ലാ എന്റർപ്രണേഴ്സും നിർബന്ധമായി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു പോർട്ടലാണ് ഉദ്യോഗാധാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദ്യമായിട്ടുണ്ട്. അത് ഉദ്യം രജിസ്ട്രേഷൻ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഏത് ബിസിനസ്സുകാരായാലും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഉദ്യം രജിസ്ട്രേഷൻ. സോ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതും അതേപോലെ തന്നെ. ഇനി എന്തിനൊക്കെയാണ് ഈ ഓതറൈസ്ഡ് ബിസിനസ് ലോഗിൻ സാധാരണ സെന്ററുകൾക്ക് ലഭ്യമാവുക? നേരത്തെ പറഞ്ഞതൊന്നും നമുക്കാർക്കും ലഭ്യമാവില്ല. നമ്മുടെ നെക്സസിന്റെ ഫ്രാഞ്ചൈസിക്കായാലും ലഭ്യമാവില്ല. അതുപോലെ തന്നെ മറ്റ് CSCക്കായാലും ലഭ്യമാവില്ല. ആർക്കും ലഭ്യമാവില്ല. കാരണം അത് റെസ്ട്രിക്റ്റഡ് ടു സർവീസസ്, റെസ്ട്രിക്റ്റഡ് ടു അക്ഷയ സെന്റേഴ്സ്.
കേരളത്തിൽ അതിന് മാത്രമേ അതിനുള്ള പെർമിഷൻ ഉള്ളൂ. കാരണം ആ രജിസ്ട്രേഷൻ ചെയ്യണം. കാരണം അക്ഷയ എന്നൊരു വിഭാഗം ഈ ഒരു കേരളത്തിൽ ഈ IT വിപ്ലവം കൊണ്ടുവരുന്നതിൽ മുന്നിൽ നിന്നൊരു ഒരു ടീമാണ്. അവരെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് സർക്കാരിന്റെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ആവശ്യമാണ്. കാരണം ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ല സർവീസ് കിട്ടുന്ന ഒരു സെന്റർ തന്നെയാണ്. സോ ഈ ബേസിക് ലെവൽ സർവീസുകൾ ആണ് അക്ഷയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെല്ലാം ബിസിനസ് ലോഗിനിലൂടെ നമ്മൾക്ക് കരസ്ഥമാക്കാം എന്നുള്ള ജസ്റ്റ് ഫുൾ ആയിട്ട് ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ റെയിൽവേ, ഞാൻ നേരത്തെ പറഞ്ഞു, റെയിൽവേക്ക് തന്നെ ഔതറൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ലോഗിൻ ഉണ്ട്. ആ ബിസിനസ് ലോഗിൻ നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തമാക്കാം. അതിന് നല്ല കോസ്റ്റ് വരുന്നുണ്ട്. 5,000 to 15,000 വരെ റെയിൽവേയുടെ ഓതറൈസേഷന് വേണ്ടി ചിലവുണ്ട്. ഡയറക്റ്റ് നിങ്ങൾ റെയിൽവേയുടെ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10,000 പ്ലസ് ടാക്സ് ആണ് വരുന്നത്. സോ അതിന് എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റേഷനും എല്ലാം കൃത്യമായാൽ മാത്രമേ നമുക്കിതിന്റെ സർവീസും ഏജൻസിയും കിട്ടുള്ളൂ. അതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. ഇയർലി ഡിജിറ്റൽ സിഗ്നേച്ചർ റിന്യൂവൽ ഉണ്ട്, കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ഇത് നിങ്ങളുടെ സെന്ററിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സർവീസാണ് റെയിൽവേ. ദെൻ മറ്റൊരു കാര്യം, GST സുവിധാ കേന്ദ്രം. GSTയുടെ പോർട്ടലുണ്ട്, gst.gov.in. അതിലും എന്താണ് നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ലോഗിൻ ആണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 7 കമ്പനികൾ GST സുവിധാ കേന്ദ്ര എന്നുള്ള പേരിൽ ഗവൺമെന്റ് ഔതറൈസ്ഡ് ലോഗിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GST സുവിധാ കേന്ദ്ര എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. അക്ഷയ എന്നുള്ള പേര് ആർക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ GST സുവിധാ കേന്ദ്ര എന്നുള്ള പേരും ആർക്കും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു GST സുവിധാ കേന്ദ്ര എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ലോഗിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് കമ്പനികൾ ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബിസിനസ് ലോഗിൻ എടുത്ത് ബിസിനസ് ആരംഭിക്കാം. ദെൻ UTIയുടെ ഓതറൈസേഷൻ, അതായത് പാൻ കാർഡ് ഇപ്പം നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പാൻ കാർഡ് ചെയ്യാം, പലരും അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈവൻ അക്ഷയ സെന്റേഴ്സ് പോലും ഓൺലൈനായിട്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഏജൻസിയും പബ്ലിക് ലോണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഏജൻസി ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പാൻ കാർഡിന് അപേക്ഷിച്ചു, അതിൽ എന്തെങ്കിലും കറക്ഷനോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്ത് വീണ്ടും വിടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ഓതറൈസേഷൻ ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റിനായിരിക്കും കിട്ടുക. പബ്ലിക് ലോഗിനിൽ കൂടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 107 രൂപയാണ് അതിന് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ വൺസ് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, UTIയുടെ ഓതറൈസ്ഡ് ബോർഡ് വെച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UTIയുടെ ഏജൻസി വേണം. അതാണ് ഏജൻസിയും ബിസിനസ് ലോഗിനും സിറ്റിസൺ ലോഗിനും തമ്മിലുള്ള വ്യത്യാസം. സെയിം തന്നെയാണ് NSDL പാൻ കാർഡ് കൊടുക്കുന്നുണ്ട്. അവർക്കും ഇതേപോലെ തന്നെ ഓൺലൈൻ സംവിധാനം പബ്ലിക് ലോഗിൻ ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ലോഗിൻ ഉണ്ട്. സോ ബിസിനസ് ലോഗിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ കാർവി അല്ലെങ്കിൽ സ്റ്റീൽ സിറ്റി അങ്ങനെയുള്ള NSDLന്റെ ഏജൻസി എടുക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് ടാൻ ചെയ്യാം, TDS ചെയ്യാം, 24G ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുക്കുന്നുണ്ട്. അതിന് വേണ്ട ബിസിനസ് ലോഗിൻ കൊടുക്കുന്ന പ്രൊവൈഡേഴ്സ് ആണെന്ന് കാർവി ഡാറ്റ മാനേജ്മെന്റ്, ദെൻ സ്റ്റീൽ സിറ്റി. ഇങ്ങനെയുള്ള ഏജൻസികൾ നിങ്ങൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ബിസിനസ് ലോഗിൻ കിട്ടൂ. ഇതിനും ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമല്ല കാർവിയുടെ ഒക്കെ ലോഗിൻ എന്ന് പറയുന്നത്. അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ പാലിച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് സ്റ്റീൽ സിറ്റി ആയാലും കാർവി ആയാലും NSDLന്റെ ടിന്നും ടാനും പാനും കാര്യങ്ങളൊക്കെ ഓതറൈസ്ഡ് ആയിട്ട് ബോർഡ് വെച്ച് ചെയ്യുവാനുള്ള പെർമിഷൻ ഉണ്ടാവും. നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ നേരത്തെ IRCTC പറഞ്ഞ IRCTCയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും. അതുപോലെ NSDLന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും. ഒരാൾക്ക് പാൻ കാർഡ് വേണമെങ്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിയറസ്റ്റ് കാർവി സെന്റർ അല്ലെങ്കിൽ നിയറസ്റ്റ് സ്റ്റീൽ സിറ്റി സെന്റർ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ടാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സോ അതൊരു ഔതറൈസേഷൻ ആണ്. ഔതറൈസ്ഡ് ആയിട്ടുള്ള സെന്ററുകൾ കാർവിയുടെയും സ്റ്റീൽ സിറ്റിയുടെയും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചറും സെയിം തന്നെ. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്ന് അറിയാലോ, നമ്മൾ ആധാറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടിക്ക് മാർക്ക്. ഈ ടിക്ക് മാർക്ക് ആണ് ഇപ്പോഴത്തെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഈ സിഗ്നേച്ചർ മാർക്കറ്റിൽ നല്ല വിലയാണ്, ഏകദേശം 1000 അബവ് ഒക്കെ സിഗ്നേച്ചറിനുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ റേറ്റിൽ ഇത് കിട്ടണമെങ്കിലും ഓതറൈസ് ആയിട്ട് ചെയ്യണമെങ്കിലും മാർക്കറ്റിൽ ലീഡിംഗ് കമ്പനീസ് ആണ് ഈ മുദ്ര, വിസൈൻ, കാപ്രിക്കോൺ എന്ന് പറയുന്ന കമ്പനീസ് ഒക്കെ. നിങ്ങൾക്ക് ഇവരുടെ ആരുടെയെങ്കിലും ലോഗിൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള ഓതറൈസേഷൻ നിങ്ങൾ വാങ്ങിക്കുക, അതിനുള്ള ബിസിനസ് ലോഗിൻ നിങ്ങൾക്ക് കിട്ടണം. അത് നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലുള്ള മറ്റ് കമ്പനികൾ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഫാസ്ടാഗ്.
ഇപ്പോഴത്തെ ട്രെൻഡാണ് ഫാസ്ടാഗ് അല്ലേ? തൃശ്ശൂർക്കാർക്ക് അറിയാം, തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ പാലിയേക്കര ടോൾ ബൂത്ത് എന്നും അടിപിടിയും ബഹളമുള്ളതാണ് ഒരു ടോൾ ബൂത്താണ് പാലിയേക്കര ടോൾ ബൂത്ത് എന്ന് പറയുന്നത്. അതൊന്ന് കടന്ന് കിട്ടണമെങ്കിൽ വലിയ പാട് തന്നെയാണ്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ് ഫാസ്ടാഗ് എന്ന് പറയുന്നത്. ഫാസ്ടാഗ് ഇപ്പോൾ വന്നതാണ്. ഇതിന്റെ ഓതറൈസ്ഡ് ഏജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് തന്നെ വരുന്ന കസ്റ്റമർക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ആർസിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം, അതിനകത്ത് റീചാർജ് ചെയ്ത് കൊടുക്കാം. ഈ ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ടാവും. ഈ ഫാസ്ടാഗ് ഒട്ടിച്ച വണ്ടി ഓരോരോ ടോൾ ബൂത്ത് കടന്നു പോകുമ്പോഴും അതിനും നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ടാവും. ഫാസ്ടാഗ് ചെയ്തു കൊടുക്കുക, അതിനുള്ള സർവീസും നിങ്ങൾക്ക് നിങ്ങളുടെ സെന്ററിൽ ഓതറൈസ്ഡ് ആയിട്ട് ബോർഡ് വെച്ച് തുടങ്ങാൻ പറ്റിയ സർവീസ്. ദെൻ EMI കളക്ഷൻ സെന്റേഴ്സ്. ഇപ്പം EMI അടയ്ക്കാൻ ബജാജ് ഫിനാൻസ് ആയാലും മറ്റേത് കമ്പനി ആയാലും മോട്ടോർഫിൻ ആയാലും ഏതിൻ്റെ ആയാലും EMI കളക്ഷൻ ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിൻ്റെ ബിസിനസ് ലോഗിൻ ഉണ്ട്. ദെൻ വരുന്നത് ഇൻഷുറൻസ് ബ്രോക്കിംഗ്. ഇൻഷുറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, വളരെ ഷോർട്ടായിട്ട് പറയാം. ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളുടെയും ഇൻഷുറൻസ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള പ്രൊവിഷനാണ് ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഏജന്റ് ആവുക എന്നതിലൂടെ. അതിനൊരു ബിസിനസ് ലോഗിൻ വേണം. ആ ബിസിനസ് ലോഗിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ബ്രോക്കിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. എല്ലാ കമ്പനികളുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പോൾ കാറാണെങ്കിൽ കാറിന് നാഷണൽ വേണോ, ന്യൂ ഇന്ത്യ വേണോ, അല്ലെങ്കിൽ HDFC എർഗോ വേണോ, ഏത് വേണമെങ്കിലും കമ്പയർ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാം. ഇത് വാഹനങ്ങളുടെ കേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഹെൽത്തിലും ലൈഫിലും എല്ലാ കമ്പനികളും, സ്റ്റാർ ഹെൽത്ത് ആയിക്കോട്ടെ, SBI ലൈഫ് ആയിക്കോട്ടെ, ING ആയിക്കോട്ടെ, ഏത് ബാങ്കിന്റെ ആയാലും ഏത് സർവീസ് പ്രൊവൈഡറുടെ ഏത് ഇൻഷുറൻസ് കമ്പനിയുടേതായാലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നിങ്ങൾക്ക് ഒരു ഏജൻസി ലോഗിനിലൂടെ ലഭിക്കും. ഇതും നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ലോഗിൻ ഉണ്ട്. പക്ഷേ പബ്ലിക് ലോഗിനിൽ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ കമ്മീഷൻ. പോളിസി ബസാറൊക്കെ പബ്ലിക് ലോഗിനിൽ കൂടെ ചെയ്തു കൊടുക്കാം, പക്ഷേ കമ്മീഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ദെൻ ബാങ്കിങ്. നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ബാങ്കായിട്ട് മാറാം. അതാണ് ബാങ്കിങ് സർവീസ് എന്ന് പറയുന്നത്. ICICI ബാങ്ക്, യെസ് ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകൾ, SBI ഉണ്ട്. പല ബാങ്കുകളും ബാങ്കിങ് കിയോസ്കുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ICICI ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, യെസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഏജൻസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിന്റെ, യെസ് ബാങ്കിന്റെ അല്ലെങ്കിൽ ICICI ബാങ്കിന്റെ ബിസിനസ് കറസ്പോണ്ടന്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങളുടെ ഫോട്ടോ പൊട്ടിച്ച് അതൊക്കെ തൂക്കി നിങ്ങൾക്ക് ഒരു ബോർഡൊക്കെ വെച്ച് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ക്യാഷ് ഡെപ്പോസിറ്റ്, അക്കൗണ്ട് ഓപ്പണിങ്, വിഡ്രോവല്, മണി ട്രാൻസ്ഫർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മിനി ATM മെഷീൻ ഉണ്ടാവും. ഈ മിനി ATM മെഷീനിൽ വരുന്ന കസ്റ്റമേഴ്സിന് സ്വൈപ്പ് ചെയ്യാം. സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേയ്മെന്റ് അടയ്ക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾക്ക് അവർക്ക് വിഡ്രോ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോഴത്തെ ഈ റീസെന്റ് കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ക്ഷേമനിധികളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വിതരണം ചെയ്യാനുള്ള സംവിധാനം കൂടി കിട്ടും. അതായത് അവരുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വന്നിട്ടുണ്ടാവുക. ഇത് പിൻവലിക്കണമെങ്കിൽ അവർ ATM കൗണ്ടറിലേക്ക് പോകണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക്, കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കാരണം അതിന് ബാങ്ക് ഒരു സർട്ടിഫിക്കറ്റ്, RBI ഒരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിലാണെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് അവരുടെ ATM സ്വൈപ്പ് ചെയ്തുകൊണ്ട് ക്യാഷ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിനുള്ള സംവിധാനം. പിന്നെ ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കൂടി കൂടിയതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. മണി ട്രാൻസ്ഫർ, ഏത് ബാങ്കിലേക്കും പണം അയക്കാനുള്ള സംവിധാനം. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ഇല്ലാത്തവർക്ക് തൊട്ടടുത്തുള്ള കേന്ദ്രത്തിലേക്ക്, നെക്സസിന്റെ ആണ് സെന്ററിലേക്ക് പണം അയക്കാനുള്ള സംവിധാനം. അതുപോലെ തന്നെ APS, ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, ഇങ്ങനെയുള്ള ഒരുപാട് ഒട്ടുമിക്ക സർവീസുകളും ഫിംഗർ പ്രിന്റ് പതിച്ചുകൊണ്ട് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കാനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുവാനും ഒക്കെയുള്ള സംവിധാനമാണ് APS എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് ബിസിനസ് ലോഗിനിലൂടെ സ്വന്തമാക്കാം. പിന്നെ എല്ലാ മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു പണിയില്ല. നിങ്ങൾ ഗൂഗിൾ പേയിൽ കയറിയിട്ട് ചെയ്താൽ മതി അല്ലേ? അത്രയല്ല ആലോചിക്കുന്നത് അല്ലേ? അതിന് ചില സമയത്ത് എന്ത് ചെയ്യും, ഒരു കമ്മീഷനൊക്കെ കിട്ടും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ബിസിനസ് ലോഗിനാണ്. നിങ്ങൾക്ക് എപ്പോഴും കമ്മീഷൻ ഉണ്ടാവും. ഒരു 100 രൂപ, സപ്പോസ് ഒരു 100 രൂപയുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് 4 രൂപ അല്ലെങ്കിൽ 3 രൂപ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് സ്പോട്ടിൽ കിട്ടും. ഇതാണ് ഇതിന്റെ പ്രത്യേക. DTH ആയാലും മൊബൈൽ ആയാലും അതിനൊരു ബിസിനസ് ലോഗിൻ ആവശ്യമാണ്. പബ്ലിക് ലോഗിനിൽ കൂടെ ചെയ്താൽ നോ കമ്മീഷൻ. പബ്ലിക് ലോഗിൻ മീൻസ് ഇപ്പോൾ നേരത്തെ മണി ട്രാൻസ്ഫർ പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ പറഞ്ഞു. ഗൂഗിൾ പേയിൽ കൂടി നിങ്ങൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധിക്കുക, ഒരു ബിസിനസ് ആവശ്യത്തിന് ഒരിക്കലും ഗൂഗിൾ പേയിൽ കൂടെ നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. കാരണം ഗൂഗിൾ പേ കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സേവിങ്സ് ബാങ്കുമായിട്ടാണ്. സേവിങ്സ് ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോകുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. ഗൂഗിൾ പേ എന്നല്ല പോകുന്നത്. ഇങ്ങനെ അതിലൂടെ ട്രാൻസാക്ഷൻ നടത്തുന്നത്, മണി ട്രാൻസാക്ഷൻ ബിസിനസ് പരമായി നടത്തുന്നത് ഇല്ലീഗലാണ്. നിങ്ങൾക്കെതിരെ ഇൻകം ടാക്സിന്റെ ആക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ വളരെ ശ്രദ്ധിക്കുക. ഒരിക്കലും മണി ട്രാൻസ്ഫർ ഗൂഗിൾ പേ വഴി ബിസിനസ് ആവശ്യത്തിന് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് വളരെ വിജിലന്റ് ആയിട്ട് ഏതെങ്കിലും മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക, അതുവഴി ചെയ്യുക. അതിന്റെ ബിസിനസ് ലോഗിനിലൂടെ ചെയ്യുക. ദെൻ
ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് എന്താണ് ഒരു ജനസേവന കേന്ദ്രം എന്നതുകൊണ്ട് പലരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ സത്യാവസ്ഥയാണ് ഞാനിവിടെ വെളിവാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്കത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതറിയാം, അത് പലരുടെയും ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ ഫാക്റ്റ് ആണ്, ഇതെല്ലാം ഫാക്റ്റ് ആണ്. ഈ ഫാക്റ്റ് അറിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾ ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങാവൂ. ഇപ്പം ഈവൻ നെക്സസിന്റെ ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ജനസേവന കേന്ദ്ര ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിലും എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. അതാണ് ബിസിനസിന്റെ എത്തിക്സ്. അങ്ങനെയുള്ള കാശ് മാത്രമേ ബിസിനസ്സിലും ലൈഫിലും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഏതാണ് നിങ്ങൾ സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. അത് ലീഗൽ ആണോ, ജെന്യൂൻ ആണോ, ഇതിന് ലോഗിൻ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഈവൻ അത് നെക്സസ് ആയാലും മറ്റേത് കമ്പനികളായാലും വളരെ ആലോചിച്ച് മാത്രം എടുക്കുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. കാരണം പലരും ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ ഇട്ടേക്കാം, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. I am signing off. Thank you.